നമസ്കാരം. വോട്ടെടുപ്പ് കഴിഞ്ഞ് 25 ദിവസത്തെ ഉദ്യോഗം നിറഞ്ഞ കാത്തിരിപ്പിന് വിരാമമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ ഫലസൂചന ലഭിക്കും. ഉച്ചയോടെ പൂർണ്ണ ചിത്രം തെളിയും. കോട്ടയത്തും തിരുവനന്തപുരത്തും വയനാടുമടക്കം കൃത്യം 8 മണിക്ക് തന്നെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ കൗണ്ടിംഗ് സെന്ററുകളിൽ മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പാസ് അനുവദിച്ചവരെ പോലും കൗണ്ടിംഗ് സെന്ററിൽ പ്രവേശിപ്പിക്കുന്നില്ല. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇടപെട്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 8 മണിക്ക് ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. 8:30 വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 9 മണിയോടെ ആദ്യ ട്രെൻഡുകൾ വ്യക്തമാകും. 10 മണിയോടെ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാകുമോ അതോ പിണറായി സർക്കാർ തുടരുമോ എന്ന കാര്യത്തിൽ ഏകദേശ ചിത്രം ലഭിക്കും. ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ മറുനാടനും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മറുനാടന്റെ യൂട്യൂബ് ചാനലുകളിൽ വിശകലനം ഉണ്ടാകും. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പറവൂർ, രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് എന്നിവയ്ക്ക് പുറമെ തൃശൂർ, പാലക്കാട്, നേമം, നിലമ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും. പി.വി. അൻവർ ഫാക്ടർ മലബാറിൽ LDFന് എത്രത്തോളം ക്ഷീണമുണ്ടാക്കിയെന്നതും ഇന്നത്തെ പ്രധാന കൗതുകം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ കർശന സുരക്ഷയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തുന്ന അപ്രതീക്ഷിത ഫലങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.